അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, ആദർശപിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗോജ്ജലമായ ജീവിത സ്മരണകൾ പുതുക്കിക്കൊണ്ട് ഒരു ദുൽഹിജ്ജ മാസം കൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ ദുൽഹിജ്ജയിൽ നമ്മൾ ചെയ്യുന്ന ആരാധനകളിൽ പ്രധാനപ്പെട്ടതാണ് ബലികർമ്മം. ആ ബലിക്ക് പിന്നിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ ത്യാഗത്തിൻ്റെ ചരിത്രമാണുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് തൻ്റെ വാർദ്ധക്യത്തിൽ ഏറെ ആഗ്രഹിച്ചിട്ട് കിട്ടിയ മോനാണ് ഇസ്മായിൽ. ആ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വലുതായപ്പോൾ തൻ്റെ കൂടെ സഹായിയൊക്കെ കൊണ്ടുപോകാനുള്ള പ്രായമെത്തിയപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് ഇസ്മായിലിനെ അറക്കണമെന്ന്. വാർദ്ധക്യത്തിലുണ്ടായ മക്കളോട് തന്നെ മാതാപിതാക്കൾക്ക് സ്നേഹം കൂടും, മനുഷ്യൻ്റെ പ്രകൃതമാണത്. ആ മോനെയാണ് അറക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നത്. എന്നിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഏറ്റവും വലുത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ കൽപ്പന നിറവേറ്റാൻ തീരുമാനിക്കുകയാണ്. ആ കാര്യം മോനോട് പറയുകയാണ്, മോൻ്റെ അഭിപ്രായം ചോദിക്കാൻ. മോനെ, അള്ളാഹുവിൽ നിന്നുള്ള വഹി വന്നിട്ടുണ്ട്, നിന്നെ അറക്കണമെന്ന്. ഫൻലുർ മദ ചറ, എന്താണ് നിൻ്റെ അഭിപ്രായം? അപ്പോൾ ആ തഖ്വയുള്ള ഈമാനുള്ള ഹാജറ എന്ന നല്ല ഉമ്മയുടെ തെർബയത്തിൽ വളർന്ന ഇസ്മായിൽ എന്ന ബാലൻ പറയുന്നത്, ഇഫ് അൽ മാ തുഅ്മർ, പൊന്നുപ്പ, എന്താണോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് അത് ചെയ്തു കൊള്ളുക. സതജ്ദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താം. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിലിനെയും കൂട്ടി അറുക്കാനായി കൊണ്ടുപോവുകയാണ്. ഉമ്മ ഹാജറ ബീവി തൻ്റെ മോനെ കുളിപ്പിച്ച് പുതുവസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം പൂശി കവിളിൽ ഉമ്മയ്ക്ക് നൽകി പറഞ്ഞയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചിരിച്ചു കിടത്തി അറുക്കുന്നതിനു വേണ്ടി കഴുത്തിൽ കത്തിവെച്ചപ്പോഴേക്ക് അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് വന്നു, ഓ ഇബ്രാഹിം, ഖദ് സ്വദ്ദഖ്ത റുഅ്യ, താങ്കളുടെ സ്വപ്നം നിറവേറ്റിയിരിക്കുന്നു. താങ്കളുടെ മോനെ അറുക്കേണ്ട കാര്യമില്ല, എൻ്റെ കൽപ്പന താങ്കൾ നിറവേറ്റിക്കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത് ഇസ്മായിലിൻ്റെ രക്തമോ ഇസ്മായിലിൻ്റെ മാംസമോ ഒന്നുമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മനസ്സാണ്. തൻ്റെ ഏത് ഇഷ്ടത്തെക്കാളും തൻ്റെ ഏത് താല്പര്യത്തെക്കാളും അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ താല്പര്യമാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഏറ്റവും വലുത് എന്ന ജീവിതം കൊണ്ടും ഹൃദയം കൊണ്ടുമുള്ള പ്രഖ്യാപനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. അതിന് നൽകിയ പരീക്ഷണമായിരുന്നു ഇത്. ആ പരീക്ഷണത്തിൽ 100-ൽ 100 മാർക്ക് വാങ്ങി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒക്കെ വിജയിച്ചു. ആ ത്യാഗത്തിൻ്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ നാട്ടിലും ഹാജിമറ മക്കത്ത് വെച്ചുമൊക്കെ ബലികർമ്മം നിർവഹിക്കുന്നത്. ആ ബലിയുടെ ലക്ഷ്യമെന്തെന്ന് നമ്മൾ അറിയണം. ബലിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തഖർറുബൻ ഇലല്ലാഹ്, അള്ളാഹുലേക്കുള്ള സാമീപ്യമാണ്. നമ്മുടെ ഇഷ്ടത്തെക്കാളും നമ്മുടെ താല്പര്യത്തെക്കാളും നമ്മളുടെ മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് എന്ന പ്രഖ്യാപനമാണ് അതിലൂടെ നടക്കുന്നത്. ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കത്തിവെക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായ നമ്മളുടെ ഇഷ്ടത്തിനു മേലാണ്, നമ്മുടെ താല്പര്യത്തിനു മേലാണ്. അതിനൊക്കെ മേലെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്നുള്ള പ്രഖ്യാപനമാണ് അതിലൂടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആ ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളുടെ തഖ്വയാണ്, മനസ്സിൻ്റെ വിശുദ്ധിയാണ്, ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിൻ്റെ വിലക്കുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ജീവിതമാണ്. അത്തരത്തിൽ ഭക്തി നിർഭരമായ ജീവിതമാണ് ഏത് കർമ്മത്തിൻ്റെ പിന്നിലും, അത് ഹജ്ജായാലും നോമ്പായാലും സക്കാത്തായാലും ബലികർമ്മമായാലും ഏത് കർമ്മത്തിൻ്റെ പിന്നിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.